ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാനേജീരിയൽ എക്കണോമിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കുകളാണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് നോക്കുന്നതാണ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് നോക്കാം. ഡിസിഷൻ മേക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ആൾട്ടർനേറ്റീവ് ഫ്രം ടു ഓർ മോർ ആൾട്ടർനേറ്റീവ്സ് ടു അച്ചീവ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഓർ ടു സോൾവ് എ സ്പെസിഫിക് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഒരു ബിസിനസ് എൻ്റർപ്രൈസിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ആൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനും അതുപോലെ ഓർഗനൈസേഷനിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും. ഇതിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായാൽ കറക്റ്റായിട്ടുള്ള ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഒരു തീരുമാനം എടുക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു നല്ലൊരു ആൾട്ടർനേറ്റീവിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ജെയിംസ് ടോണർ, decision making is a process of identifying and selecting a course of action to solve a problem. ഓക്കെ, അപ്പോൾ ജെയിംസ് ടോണറുടെ ഒരു ഡെഫിനിഷനാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ അതിനെ ഐഡൻറ്റിഫൈ ആൻഡ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് ജെയിംസ് ടോണർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്നൊരു ടേം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിംഗ് എടുക്കണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സിലൂടെ കടന്നു പോകണം. അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് എന്നൊരു കാര്യമാണ് നമ്മളിനി പഠിക്കുന്നത്. പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സോ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് analyze and define problem or opportunity. Problem must be identified correctly. Problem is the difference between actual state of affairs and ഡിസൈഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പം നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാലല്ലേ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ആദ്യം എന്താണ് പ്രശ്നം, എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കറക്റ്റായിട്ടുള്ള എഫക്റ്റീവ് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ പ്രോബ്ലം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. പ്രോബ്ലം ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ഡിസൈഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. പ്രോബ്ലം എന്നതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോഴുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സും നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്ന സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിച്ച എയിം എന്താണോ അതിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. നമ്മൾ വിചാരിച്ച ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സും പക്ഷേ ഇപ്പോൾ ഉള്ള യഥാർത്ഥ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സും തമ്മിലുള്ള ഒരു അന്തരം, ഒരു ഡിഫറൻസ്, അതായത് നമ്മൾക്ക് നമ്മുടെ എയിം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ അവസ്ഥയാണ് നമ്മൾ പ്രോബ്ലം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രോബ്ലം, എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, എന്തുകൊണ്ട് നമുക്കത് എത്തിപ്പെടാൻ പറ്റിയില്ല തുടങ്ങി നമ്മുടെ പ്രശ്നമോ എന്താണ് പ്രോബ്ലം എന്ന് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം ഡിസിഷൻ മേക്കിംഗ് എടുക്കണമെങ്കിൽ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് വിൽ ബി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതായത് എന്താണ് ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ലക്ഷ്യം എന്താണ്, അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു,
നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം നമ്മളൊരു ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ എപ്പോഴുള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അതായത് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് ഏതൊരു ഓർഗനൈസേഷൻ്റെയും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. പക്ഷേ sometimes organizations will have profit maximization along with the customer satisfactions. ചില സമയത്തൊക്കെ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അലോങ് വിത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും വേണം, കൂടാതെ എന്തും വേണം, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അതും കൂടി ചില ഓർഗനൈസേഷൻസിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരാറുണ്ട്. അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ഡിറ്റർമൈൻ ദി ഒബ്ജക്റ്റീവ്സ്. അടുത്ത നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് ഡെവലപ്പ് ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു നല്ലൊരു ആൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്തെടുക്കണം അല്ലേ, എങ്കിൽ മാത്രമേ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആൾട്ടർനേറ്റീവിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് ആൾട്ടർനേറ്റീവ് എന്നുള്ളതാണ്. ഓക്കെ, ആൾട്ടർനേറ്റീവ് സെലക്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളതാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡെവലപ്പ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ദ ഡിസിഷൻ മേക്കർ ഷുഡ് ചൂസ് ആൾ പോസിബിൾ ആൾട്ടർനേറ്റീവ്സ് ആൻഡ് ചൂസ് ദ ബെസ്റ്റ് വൺ. അതായത് ഈ ഡെവലപ്പ് ആൾട്ടർനേറ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ എല്ലാ ആൾട്ടർനേറ്റീവ്സും ഡിസിഷൻ മേക്കർക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ പോസിബിൾ ആയിട്ടുള്ള, അതായത് എന്താണ് ഓർഗനൈസേഷൻ്റെ പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ കഴിവുള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ ആൾട്ടർനേറ്റീവ്സിനെയും എന്ത് ചെയ്യണം, ഒരു ഡിസിഷൻ മേക്കർ കണ്ടെത്തണം. ഓക്കെ, അതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ്സ്. ഈച്ച് ആൾട്ടർനേറ്റീവ് ഹാവ് ദെയർ ഓൺ ലിമിറ്റേഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ്. അപ്പോൾ നമ്മൾ ഒരു 100 ആൾട്ടർനേറ്റീവ്സ് ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ അതിൽ ഏറ്റവും നല്ല 10 എണ്ണത്തിന് സെലക്ട് ചെയ്തു എന്ന് വിചാരിച്ചോ. ഇനി ഈ 10 എണ്ണത്തിൽ നിന്ന് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 10 എണ്ണത്തിനെ എന്ത് ചെയ്യണം, നല്ലതുപോലെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എല്ലാ ആൾട്ടർനേറ്റീവ്സിനും അതിൻ്റേതായ ബെനിഫിറ്റ്സും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്, നല്ല വശങ്ങളും ഉണ്ട്, മോശം വശങ്ങളും ഉണ്ട്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഇവാലുവേറ്റ് ദ ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എടുത്തിരിക്കുന്ന ആൾട്ടർനേറ്റീവ്സിനെയൊക്കെ നല്ലതുപോലെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ബെനിഫിറ്റ് സൈഡും ലിമിറ്റേഷൻ സൈഡും ഒക്കെ നല്ലതുപോലെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. The pros and cons of each alternative should be analyzed. എല്ലാ ആൾട്ടർനേറ്റീവ്സിനെയും പ്രോസും കോൺസും, അതായത് നല്ല ഭാഗവും ചീത്ത ഭാഗവും, ഓക്കെ, വിപരീത ഭാഗമായിക്കോട്ടെ നല്ല ഭാഗമായിക്കോട്ടെ, എല്ലാ സൈഡും എന്ത് ചെയ്തിരിക്കണം, കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. അതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ചൂസ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ആൾട്ടർനേറ്റീവ്സിനെ ഡെവലപ്പ് ചെയ്തു, പിന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ആ ഇവാലുവേറ്റ് ചെയ്ത 10 എണ്ണത്തിൽ നിന്ന് തന്നെ ഏറ്റവും നല്ല കുറച്ചെണ്ണത്തിന് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഈസ് ദ വൺ വിച്ച് സാറ്റിസ്ഫൈ ആൾ ക്രൈറ്റീരിയ. ഓർഗനൈസേഷൻ്റെ എല്ലാ ക്രൈറ്റീരിയകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾട്ടർനേറ്റീവ് ഏതാണോ അതാണ് ഓർഗനൈസേഷൻ്റെ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ഓക്കെ, അതായത് ഓർഗനൈസേഷൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും ഓർഗനൈസേഷൻ ഒരു പ്രോബ്ലം ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്താൽ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റീവിന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. വെറൈറ്റി ഓഫ് ടൂൾസ് ആർ യൂസ്ഡ് ടു റീച്ച് ഒപ്റ്റിമൽ ഡിസിഷൻ. ഓക്കെ, നമുക്കൊരു ഒപ്റ്റിമൽ ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഓക്കെ, ഒരു ഒപ്റ്റിമൽ ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഒപ്റ്റിമൽ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസിഷൻ. ഓക്കെ, അതായത് നമ്മൾക്ക് ഒരു പ്രശ്നമില്ലാതെ എല്ലാ മാക്സിമം നെഗറ്റീവ് സൈഡ്സ് ഒക്കെ മറികടന്നുകൊണ്ടുള്ള മാക്സിമം പോസിറ്റീവ് റിസൾട്ട് നൽകുന്ന ഒരു ഡിസിഷൻ നമ്മൾ എടുക്കണം. അപ്പോൾ അതിന് ഒരുപാട് ടൂൾസ് മാനേജീരിയൽ എക്കണോമിക്സിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആർ മാർജിനൽ അനാലിസിസ്, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഗെയിം തിയറി. അപ്പോൾ ഇത്തരത്തിൽ ഒപ്റ്റിമൽ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന കുറച്ച് ടൂൾസാണ് മാർജിനൽ അനാലിസിസ്, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഗെയിം തിയറി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 6th സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റ് ദ ചൂസൺ ആൾട്ടർനേറ്റീവ്. നമ്മൾ ആൾട്ടർനേറ്റീവ്സിനെ ഡെവലപ്പ് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു, സെലക്ട് ചെയ്തു, ഇനി എന്ത് ചെയ്യണം, അതിനെ നടപ്പാക്കണം അല്ലേ. സെലക്ട് ചെയ്ത് വെച്ചാൽ പോരാ, അതിനെ നടപ്പാക്കണം. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്, ഇംപ്ലിമെൻറ്റ് ദ ചൂസൺ ആൾട്ടർനേറ്റീവ്. നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾട്ടർനേറ്റീവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതായത് നടപ്പാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ദ ചോസൺ ആൾട്ടർനേറ്റീവ് ഈസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ബൈ മാനേജേഴ്സ്. മാനേജർ എന്ത് ചെയ്യണം, ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾട്ടർനേറ്റീവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, നടപ്പാക്കണം.
ദീസ് റിക്വയർസ് ഓർഗനൈസേഷൻ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ അറ്റ് ആൾ ലെവൽസ്. അപ്പോൾ ഇങ്ങനെ ഈ ആൾട്ടർനേറ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ഓർഗനൈസേഷണൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ എല്ലാ ലെവൽസിലുള്ളവരുടെയും കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഉണ്ടെങ്കിൽ, ഓർഗനൈസേഷൻ മൊത്തത്തിൽ എല്ലാ ലെവൽസിലും സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആൾട്ടർനേറ്റീവ്സിന് മാനേജേഴ്സിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. ഇനിയുള്ള നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇവാലുവേറ്റ് ദ റിസൾട്ട്. ഓക്കെ, മാനേജേഴ്സ് റെഗുലർലി മോണിറ്റേഴ്സ് ദ റിസൾട്ട്സ് ഓഫ് ഡിസിഷൻസ് ടു സീ വെദർ ദ ചോസൺ ആൾട്ടർനേറ്റീവ് വർക്ക്സ് ഓർ വെദർ എനി ന്യൂ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ ആൾട്ടർനേറ്റീവ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. ഇനി അതങ്ങോട്ട് നടന്നോട്ടെ, പോകും പോലെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരാ. ഈ തിരഞ്ഞെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആൾട്ടർനേറ്റീവ് കറക്റ്റായിട്ടാണോ പോകുന്നത്, അതിന് വേറെ പ്രശ്നങ്ങൾ, പുതിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, കറക്റ്റായിട്ട് തന്നെ ഈ ആൾട്ടർനേറ്റീവിനെ യൂസ് ചെയ്യാൻ ഓർഗനൈസേഷന് പറ്റുന്നില്ലേ എന്ന് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഓർഗനൈസേഷനിൽ ഈ ആൾട്ടർനേറ്റീവിൻ്റെ പ്രവർത്തനം അതെപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ ഈ ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തിട്ട് ഇത് നടന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? അത് കറക്റ്റായിട്ടല്ലേ പോകുന്നത്, പുതിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും നല്ലൊരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് അതിൽ 7 സ്റ്റെപ്സ് ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് പറഞ്ഞത്? എന്താണ് നമ്മുടെ പ്രോബ്ലം, അത് മനസ്സിലാക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് സെറ്റ് ചെയ്യുന്നു. പിന്നെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ്സിലേക്ക് കിടക്കുന്നത്. ആദ്യം നമ്മൾ ആൾട്ടർനേറ്റീവ് ഡെവലപ്പ് ചെയ്തു, പിന്നെ ഡെവലപ്പ് ചെയ്ത ആൾട്ടർനേറ്റീവിനെ ഇവാലുവേറ്റ് ചെയ്ത ശേഷം സെലക്ട് ചെയ്ത ശേഷം ഇംപ്ലിമെൻറ്റ് ചെയ്തു. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ ആൾട്ടർനേറ്റീവ്സിൻ്റെ പ്രവർത്തനം എങ്ങനെ പോകുന്നു എന്ന് ഇവാലുവേറ്റ് ചെയ്തു. ഇത്രയാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങും അതിൻ്റെ പ്രോസസ്സും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ടേമാണ് ഫോർവേഡ് പ്ലാനിങ്. ഓക്കെ, ഫോർവേഡ് പ്ലാനിങ് എന്താണെന്ന് നോക്കാം. ഫോർവേഡ് പ്ലാനിങ് സിംപ്ലി റെഫേഴ്സ് ടു ഫോർമുലേഷൻ ഓഫ് ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻസ്. ഓക്കെ, ഫോർവേഡ് പ്ലാനിങ്ങിനെ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻസിനെ ഫോർമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻസ്, അതായത് ഭാവിയിലുള്ള ബിസിനസ് പ്ലാനുകളെ ഇപ്പം തന്നെ ഫോർമുലേറ്റ് ചെയ്ത് വെക്കുക, ഉണ്ടാക്കി വെക്കുക, അതിനെയാണ് നമ്മൾ ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻസിനെ മുൻകൂട്ടി ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയുക. അതായത് ഭാവിയിലേക്ക് വേണ്ടിയുള്ള പ്ലാൻ ഇപ്പം തന്നെ തയ്യാറാക്കി വെക്കുക. നമ്മളെല്ലാവരും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ഉദാഹരണം തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഫോർവേഡ് പ്ലാനിങ് ചെയ്യുന്നവരാണല്ലേ. ഫോർ എക്സാമ്പിൾ, നാളെ ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, നാളെ നമുക്കിപ്പോൾ ഒരു കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതിനുള്ള പ്ലാനുകളൊക്കെ നടത്തി വെക്കൂലേ. അതായത് നാളെ രാവിലെ ഇത്ര സമയത്തിൽ എണീക്കണം, ഇന്ന സമയം കൊണ്ട് ഒരുങ്ങണം, ഇന്ന സമയത്ത് നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം, അവിടെ എത്തും, അവിടെ നിന്ന് എന്തെങ്കിലും ഷോപ്പിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ അങ്ങോട്ട് പോകണം, അങ്ങനെ എല്ലാം നിങ്ങളുടെ ടൈമെല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഭാവിക്ക് വേണ്ടി ഇപ്പം തന്നെ പ്ലാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനെ തന്നെയാണ് ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയുക. അതായത് ഫ്യൂച്ചർ പ്ലാൻസ് നമ്മൾ ഇപ്പം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എസ്റ്റാബ്ലിഷിംഗ് പ്ലാൻസ് ഫോർ ഫ്യൂച്ചർ ടു ക്യാരി ഔട്ട് ദ ഡിസിഷൻ ടേക്കൺ. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത ഡിസിഷൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ഡിസിഷൻ എടുത്ത് വെക്കുക. എന്താ ഫ്യൂച്ചറിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്യൂച്ചറിൽ നടപ്പാക്കാനുള്ള പ്ലാൻസിനെ ഇപ്പം തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ഫ്യൂച്ചറിൽ നടപ്പാക്കാനുള്ള പ്ലാൻ എന്താണോ അതിനെ ഇപ്പം തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഫോർവേഡ് പ്ലാനിങ്. ഇറ്റ് ഇൻവോൾവ്സ് പ്രെഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഫോർവേഡ് പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് പ്രെഡിക്ഷനും ഫോർകാസ്റ്റിങ്ങും. അപ്പോൾ പ്രെഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയില്ല അല്ലേ, ഭാവിയിൽ എന്താ വരാൻ പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നാളെ കല്യാണത്തിന് ഇന്ന സമയത്തിന് എണീക്കണം പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറയാൻ പറ്റില്ല. നാളേക്കാ ചിലപ്പോൾ ആ കല്യാണം മുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതിൽ എന്തെങ്കിലും തടസ്സം വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താണ്, മുൻകൂട്ടി ഒരു പ്രവചനം നടത്തുകയാണ്, പ്രെഡിക്റ്റ് ചെയ്യുകയാണല്ലേ, ഇങ്ങനെയൊക്കെ പറ്റും. അതുപോലെ ഫോർകാസ്റ്റ് ചെയ്യുകയാണ്, മുൻകൂട്ടി കണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫോർവേഡ് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ തന്നതാണ്, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ എക്സാമ്പിൾ തന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും നിങ്ങൾ ഫോർവേഡ് പ്ലാനിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുക. ഭാവിയിലേക്കുള്ള പ്ലാൻസ്, ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പോൾ തന്നെ ഫോർമുലേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഫോർവേഡ് പ്ലാനിങ്.
ഇനി നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോർവേഡ് പ്ലാനിങ്. നമ്മുടെ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോർവേഡ് പ്ലാനിങ്. ഫോർവേഡ് പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം. ഫോർവേഡ് പ്ലാനിങ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഫോർവേഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഈസി ടാസ്ക് അല്ല. നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ അതൊരു ഈസി ടാസ്ക് ആണല്ലേ. നാളെ കല്യാണത്തിന് പോകുന്നതിന് ഇപ്പം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നത് ഒരു ഈസി ടാസ്ക് ആയിരിക്കും. പക്ഷേ ഒരു ഓർഗനൈസേഷൻ്റെ കാര്യം വരുമ്പോൾ ഒരു മാനേജീരിയൽ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഫോർവേഡ് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് ഭാവിയിലേക്ക് വേണ്ടി ഇപ്പം തന്നെ പ്ലാൻസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഒരു ഈസി ടാസ്ക് അല്ല. ഇറ്റ് റിക്വയർസ് അറ്റ്മോസ്റ്റ് കെയർ ആൻഡ് പ്രൂഡൻസ് ഓൺ പാർട്ട് ഓഫ് ഡിസിഷൻ മേക്കർ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഫോർവേഡ് പ്ലാനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഡിസിഷൻ മേക്കറുടെ ഭാഗത്ത് നിന്ന് അറ്റ്മോസ്റ്റ് കെയർ ആൻഡ് പ്രൂഡൻസ് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അറ്റ്മോസ്റ്റ് കെയർ ആൻഡ് പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കെയറും ആയിരിക്കണം, ശ്രദ്ധയും ഉണ്ടായിരിക്കണം, അതുപോലെ കാര്യപ്രാപ്തി അല്ലെങ്കിൽ ദീർഘവീക്ഷണം എന്നൊക്കെ പറയും. അതായത് എന്താണ് ഇനി വരാൻ പോകുന്നത് എന്ന്, നമ്മുടെ കമ്പനിയിൽ ഇനി ഫ്യൂച്ചറിൽ എന്താ വരാൻ പോകുന്നതെന്ന് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും പോലെ ഒന്നും ഭാവിയിൽ വന്നോളണമെന്നില്ല. അപ്പം നമ്മളുടെ പ്ലാൻ ഉണ്ടാക്കുന്നത് അത്രയും റിസ്ക്കി ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പോൾ ഒരു ഫോർവേഡ് പ്ലാനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കറുടെ ഭാഗത്ത് നിന്ന് അറ്റ്മോസ്റ്റ് കെയർ ആൻഡ് പ്രൂഡൻസ് വേണം എന്ന് ഓർക്കുക. അറ്റ്മോസ്റ്റ് കെയർ ആൻഡ് പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ശ്രദ്ധയും അതുപോലെ കാര്യപ്രാപ്തി അല്ലെങ്കിൽ ദീർഘവീക്ഷണവും ഉണ്ടായിരിക്കണം. അടുത്ത ഒരു ഇമ്പോർട്ടൻസ്, അക്യുറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് എക്കണോമിക് വേരിയബിൾസ് ലൈക്ക് ഫ്യൂച്ചർ ഡിമാൻഡ്, കോസ്റ്റ്, പ്രോഫിറ്റ് എക്സെട്ര ഈസ് റിക്വയർഡ് ഫോർ ഫോർവേഡ് പ്ലാനിങ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഫോർവേഡ് പ്ലാനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം. കൃത്യമായിട്ടുള്ള, തെറ്റില്ലാത്ത കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിരിക്കണം. എന്തിനെ പറ്റിയുള്ള വിവരങ്ങൾ? ഡിമാൻഡിനെ കുറിച്ചിട്ടുള്ളത്, കോസ്റ്റിനെ കുറിച്ചിട്ടുള്ളത്, പ്രോഫിറ്റിനെ കുറിച്ചിട്ടുള്ളൊക്കെ വിവരങ്ങൾ കൃത്യമായി അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ അതിനനുസരിച്ചിട്ട് ഫോർവേഡ് പ്ലാൻസ് ഉണ്ടാക്കി വെക്കാൻ ഒരു ഡിസിഷൻ മേക്കർക്ക് കഴിയുള്ളൂ. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോഴുള്ള ഡിമാൻഡ് എങ്ങനെയാണ്, മാർക്കറ്റിൽ ഇപ്പോഴുള്ള ഡിമാൻഡ് എങ്ങനെയാണ്, ഇപ്പോഴുള്ള കോസ്റ്റ് എങ്ങനെയാണ്, ഇപ്പോഴുള്ള പ്രോഫിറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഭാവിയിലേക്ക് വേണ്ടി, ഇതിനൊക്കെ അനുസരിച്ചാണ് ഭാവിയിലേക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഈ ഡിമാൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ, അല്ലെങ്കിൽ കോസ്റ്റിനെയോ പ്രോഫിറ്റിനെയോ കുറിച്ചുള്ള ഇൻഫർമേഷനിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഈ പ്ലാൻസിലും തെറ്റ് വരും. നമ്മുടെ പ്ലാന് തന്നെ ആകെ കുളമായി മാറും. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായി പറയാം, ഇപ്പോൾ മാർക്കറ്റിൽ കോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഡിമാൻഡ് ഒരു 45% ഡിമാൻഡ് നമ്മളുടെ പ്രൊഡക്റ്റിനുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ പറയുകയാണ് ഇങ്ങനെയൊക്കെ പ്രൊഡക്ട്സിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ അടുത്ത വർഷം അല്ലെങ്കിൽ ഇനി വരുന്നതിൽ ഒരു 60% ഡിമാൻഡ് ഉണ്ടാകും എന്ന് കരുതിയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചു. 45% ഡിമാൻഡ് ഇപ്പോൾ മാർക്കറ്റിലുള്ളൂ എന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടിയത്, 45% ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഭാവിയിലേക്ക് 60% ഡിമാൻഡ് ഉണ്ടാകുമെന്ന് കരുതി പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ 45% എന്നുള്ളത് തെറ്റായ കണക്കായിരുന്നെങ്കിലോ? അപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഈ 60% എന്നുള്ളതും തെറ്റായി മാറില്ലേ? 60% ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന നമ്മൾ ഈ 45% അടിസ്ഥാനമാക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതായിരിക്കും. അപ്പോൾ ആ 45% എന്നുള്ള അല്ലെങ്കിലോ തെറ്റ്, യഥാർത്ഥത്തിൽ നമ്മുടെ ഡിമാൻഡ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് 50% ആയിരുന്നെങ്കിലോ? ആ ഒരു അക്യുറേറ്റ് ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ, കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ ഫോർവേഡ് പ്ലാൻ ചെയ്യുന്നതിൽ ഒരുപാട് മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, ഫോർവേഡ് പ്ലാനിങ് ഇസ് എ വെരി റിസ്ക് ടാസ്ക്. ഓക്കെ, മനസ്സിലാക്കാം. അടുത്ത ഒന്ന്, മാനേജർ ഹാസ് ടു യൂസ് പാസ്റ്റ് ആൻഡ് കറൻറ്റ് ഡാറ്റ ഫോർ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ മാനേജർക്ക് എന്ത് ചെയ്യേണ്ടി വരും? പാസ്റ്റ് ഡാറ്റയും കറൻറ്റ് ഡാറ്റയും, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഉള്ള ഡാറ്റയും അതുപോലെ മുന്നേ ഉണ്ടായ ഡാറ്റയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു മാനേജർ ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യുക, പ്രവചിക്കുക. അപ്പോൾ എന്തുണ്ടാവരുത്? ഈ കറൻറ്റ് ഡാറ്റ കൊടുക്കുന്നതിലോ പാസ്റ്റ് ഡാറ്റ കൊടുക്കുന്നതിലോ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പ്ലാൻസ് മൊത്തം തെറ്റിപ്പോവും. അടുത്ത പോയിന്റ്, മാനേജറിയൽ എക്കണോമിക്സ് മേക്സ് യൂസ് ഓഫ് വാരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ ഫോർവേഡ് പ്ലാനിങ്. മാനേജീരിയൽ എക്കണോമിക്സിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ട്. നമുക്കറിയാമല്ലോ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ടെന്ന് അറിയാം നമുക്ക്. ഗ്രാഫും അതുപോലെ മോഡ്, മീഡിയം, അങ്ങനെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ മാനേജീരിയൽ എക്കണോമിക്സിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോർവേഡ് പ്ലാനിങ് നടത്തുന്നത്. ഓക്കെ, മാനേജീരിയൽ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് പലതും ഉപയോഗിച്ചുകൊണ്ടാണ് ഫോർവേഡ് പ്ലാനിങ് നടത്തുന്നത് എന്നോർക്കാം. In the absence of forward planning, a firm cannot implement business strategies and tactics successfully. അപ്പോൾ ഒരു ഓർഗനൈസേഷന് എന്തായാലും ഫോർവേഡ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഫോർവേഡ് പ്ലാനിങ് ഇത്രയും റിസ്ക് ആണെന്ന് കരുതിയിട്ട് ഫോർവേഡ് പ്ലാനിങ് ചെയ്യാതിരിക്കാൻ പാടില്ല.
ഒരു ഓർഗനൈസേഷന് തീർച്ചയായിട്ടും ഒരു ഫോർവേഡ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫോർവേഡ് പ്ലാനിങ് ആബ്സെൻസ് ഉണ്ടായ, ഫോർവേഡ് പ്ലാനിങ് ഒരു ഓർഗനൈസേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ അതിൻ്റെ ബിസിനസ് സ്ട്രാറ്റജീസും ടാക്ടിക്സും ഒക്കെ സക്സസ്ഫുള്ളായിട്ട് നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഓർക്കാം. ഓക്കെ, ഒരു ഓർഗനൈസേഷന് ഒരു നല്ലൊരു ഫോർവേഡ് പ്ലാനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ബിസിനസ് സ്ട്രാറ്റജീസും ടാക്ടിക്സും ഒന്നും സക്സസ്ഫുള്ളി വിജയകരമായിട്ട് നടപ്പാക്കാൻ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് കൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോർവേഡ് പ്ലാനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്